ഗുജറാത്തിൽ സ്കൂളുകളിൽ പഠിപ്പിക്കുവാനുള്ള ഭഗവത്ഗീത പുസ്തകം പുറത്തിറങ്ങിയിരിക്കുകയാണ്. 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിപ്പിക്കാനുള്ള പുസ്തകമാണ് തയ്യാറാക്കിയത്. അടുത്ത അധ്യയന വർഷം മുതലാണ് ഭഗവത്ഗീത പഠനം തുടങ്ങുന്നത്. ഇന്ത്യയുടെ സമ്പന്നമായ സംസ്കാരത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കാനാണ് ഭഗവത്ഗീത സിലബസിൽ ഉൾപ്പെടുത്തിയതെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ചാണ് സപ്ലിമെന്ററി പുസ്തകം തയ്യാറാക്കിയത് എന്നാണ് മന്ത്രി പ്രഫുൽ പെൻഷരിയ പറഞ്ഞത്. ഇന്ത്യയുടെ വൈവിധ്യവും സമ്പന്നവും പുരാതനവുമായ സംസ്കാരത്തെക്കുറിച്ച് അറിയാൻ ഈ പഠനം വിദ്യാർത്ഥികളെ സഹായിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്യാർത്ഥികളിൽ ധാർമ്മിക മൂല്യങ്ങൾ വളർത്താൻ ഈ പുസ്തകം സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗീതാ ജയന്തി ദിനത്തിലാണ് പുസ്തകം പുറത്തിറക്കിയത്. 9ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായുള്ള പുസ്തകം ഉടൻ പുറത്തിറക്കും. സ്കൂളിൽ ഭഗവത്ഗീത പഠിപ്പിക്കുന്നതിനുള്ള തീരുമാനം കഴിഞ്ഞ വർഷമാണ് ഗുജറാത്ത് സർക്കാർ നിയമസഭയിൽ പ്രഖ്യാപിച്ചത്. പുസ്തകം പുറത്തിറക്കിയത് ഇപ്പോഴാണ് എന്ന് മാത്രം. അതേസമയം നിർബന്ധിത ഗീതാ പഠനത്തിനെതിരെ ഹർജി ഹൈക്കോടതി പരിഗണനയിലാണ്. അലഹബാദ് സർവകലാശാലയിലെ കൊമേഴ്സ് വിഭാഗം ഈ അക്കാദമിക വർഷം ആരംഭിച്ച 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് BBA, MBA കോഴ്സുകളിൽ ഭഗവത്ഗീത, രാമായണം, ഉപനിഷത്തുകൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളിൽ ശാന്തത പാലിക്കാൻ പഠിപ്പിക്കാൻ അഷ്ടാംഗയോഗവും സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ മാനേജ്മെന്റ് ചിന്തകൾ എന്ന പേപ്പറിൽ ആത്മീയതയും മാനേജ്മെന്റും, സാംസ്കാരിക ധാർമ്മികത, മാനുഷിക മൂല്യങ്ങൾ, അഷ്ടാംഗയോഗ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 26 വിദ്യാർത്ഥികളുമായി 2 മാസം മുൻപാണ് കോഴ്സ് ആരംഭിച്ചത്. ആകെ 10 സെമസ്റ്ററുകളാണ് കോഴ്സിൽ ഉള്ളത്.